നോമ്പിൽ നിന്ന് 28-ാം ദിവസം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കി സംതൃപ്തി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ആധുനിക കാലത്ത് വിജയത്തിൻ്റെ അളവുകോൽ സോഷ്യൽ മീഡിയയിലെ എണ്ണം നോക്കിയാണ്. എത്രയധികം ഫോളോവേഴ്സും സബ്സ്ക്രൈബ്സും നമുക്കുണ്ടോ, നാം അത്രയധികം ജനങ്ങളിൽ സ്വാധീനമുള്ളവർ എന്ന് കരുതുന്നു. അതിൽ ആസക്തരായവർ പൊടുന്നനെയെല്ലാം നഷ്ടമാകുന്ന ഒരു നിമിഷം ഭയാനകമായി കരുതുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ സമാനമായ ഒരു സാഹചര്യത്തെ നേരിട്ടു. അദ്ദേഹത്തിന് അനുയായികളുടെ വലിയ ഒരു നിരയുണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ്റെ ശിഷ്യരെ ഞെട്ടിച്ചുകൊണ്ട് ആളുകൾ അവനെ വിട്ട് യേശുവിനെ പിന്തുടരാൻ തുടങ്ങി. സമചിത്തത വെടിയാതെ സംതൃപ്തിയോടെയാണ് യോഹന്നാൻ അതിനെ നോക്കിക്കണ്ടത്. അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 27-30 വാക്യങ്ങൾ. യേശുവിനുള്ള വഴി തയ്യാറാക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് യോഹന്നാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉചിതമായ സമയത്ത് അവധാനതയോടും നിറഞ്ഞ മനസ്സോടും പൂർണ്ണ സന്തോഷത്തോടും സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പടിയിറക്കം. ആധുനിക ദൗത്യ സരണികളുടെ പിതാവായ വില്യം കേറി ഈ സംതൃപ്തിയുടെ ഉത്തമ ഉദാഹരണമാണ്. മികച്ച ഭാഷാശാസ്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്നിട്ടും പ്രശസ്തി തേടി പോകാതെ ക്രിസ്തുവിൻ്റെ മഹത്വ ശുശ്രൂഷയിൽ നിലകൊണ്ടു. 7 വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് ആദ്യ വിശ്വാസിയെ നേടുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്യുന്നതിനായി ജീവിതം സമർപ്പിച്ചു. ദൈവത്തിനായി മഹത്തായ കാര്യങ്ങളെ ചെയ്യുക, ദൈവത്തിൽ നിന്ന് മഹത്തായ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. നമുക്ക് ഒരു പേരുണ്ടാക്കുന്നത് അല്ല, സഹചര്യരെ യേശുവിലേക്ക് നയിക്കുന്നതാണ് ജീവിത വിജയം. ദൈവം നൽകിയവയെ സ്വീകരിക്കുക മാത്രമല്ല, ദൈവ ഉദ്ദേശ്യം നിറവേറ്റുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത. അംഗീകാരം തേടി സ്വയം ചെറുതാകാതെ ദൈവീക പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങളായി സംതൃപ്തി നേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.